നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. UDFുമായി ഇടഞ്ഞ ഉടുമ്പൻചോലയിലെ മുസ്ലിം ലീഗ്. സീറ്റ് ചർച്ചയിൽ ധാരണയാകാതെ വന്നതോടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ മുന്നണി ബന്ധം ഉപേക്ഷിച്ച ലീഗ്. മൂന്നാറിൽ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഒരു വിഭാഗം തോട്ടം തൊഴിലാളികളുടെ DAക്ക് വേണ്ടി പോരാടുന്ന തൊഴിലാളികളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയത്. AIADMK, ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റു. നായശല്യത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം. ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം അനന്തമായി നീളുന്നു. ചന്ത പ്രവർത്തിക്കുന്നത് പാതയോരത്ത്. മാർക്കറ്റിനായി വിട്ടുകിട്ടിയ സ്ഥലം പോലും സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ നോക്കാം പോരാട്ടം 2025. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. UDFുമായി ഇടഞ്ഞ ഉടുമ്പൻചോലയിലെ മുസ്ലിം ലീഗ്. സീറ്റ് ചർച്ചയിൽ ധാരണയാകാതെ വന്നതോടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ മുന്നണി ബന്ധം ഉപേക്ഷിച്ചതായും ലീഗ് നേതാക്കൾ. ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ലീഗിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് എത്തുമെന്ന സൂചന. ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചയിലും ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങാതെ വന്നതോടെയാണ് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തി ലീഗ് കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ചത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ 16 വാർഡുകളിലാണ്. കഴിഞ്ഞ തവണ ഇത് വനിതാ വാർഡുകളായിരുന്നു. എന്നാൽ ഇത്തവണ 2 വാർഡും ജനറലായി മാറി. ഇതോടെ 2 വാർഡും കോൺഗ്രസ് വിട്ടു നൽകില്ലെന്ന നിലപാടെടുത്തു. പിന്നീട് നടന്ന ചർച്ചകളിൽ ഒരു വനിതാ വാർഡും ഒരു ജനറൽ വാർഡും എന്ന നിലയിലേക്ക് ധാരണയിലെത്തി. ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡും ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാജാക്കാട്ടിൽ ആവശ്യപ്പെട്ട വാർഡ് നൽകിയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2 വാർഡുകളും കോൺഗ്രസ് വിട്ടു നൽകാൻ തയ്യാറായില്ല. ഇതോടെ നിരവധി ചർച്ച നടത്തിയിട്ടും മുന്നണി മര്യാദകൾ പാലിക്കാതെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചതോടെയാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ UDFുമായി ഒരു ബന്ധവും വേണ്ടെന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തിയത്. ഇതുമാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ ലീഗ് റിബൽ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുവാനാണ് തീരുമാനം. ഇതോടെ UDFിനുള്ളിലും ഇത് വിവാദമായി മാറി. കേരള കോൺഗ്രസിനെ പരിഗണിക്കുകയും ലീഗിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാട് ലീഗ് പ്രവർത്തകർക്കിടയിൽ നിന്നും പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുന്നണി ബന്ധം വേണ്ടെന്ന നിലപാടെടുത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനവുമായി ലീഗ് മുമ്പോട്ട് പോകുന്നത്. ഉടുമ്പൻചോലയിൽ മാത്രമല്ല, ജില്ലയിലെ ദേവികുളം അടക്കമുള്ള പല നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഗ് പോര തുടരുന്ന സ്ഥിതിയുണ്ട്. സിറ്റി വിഷൻ രാജാക്കാട്. ഉടുമ്പൻചോലയിൽ മാത്രമല്ല, മറ്റു പലയിടത്തും ഈ UDFിനുള്ളിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അടി ഇങ്ങനെ തുടരുകയാണ്. ഇത്തരത്തിൽ അടി തുടരുന്നതിനിടയിൽ തന്നെ മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മൂന്നാറിൽ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഒരു വിഭാഗം തോട്ടം തൊഴിലാളികളുടെ DAക്ക് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരെ നേരിൽ കണ്ട് സംസാരിച്ച AIADMK, ആം ആദ്മി പാർട്ടി, DMK എന്നിവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് തൊഴിലാളികൾ പിന്തുണയ്ക്കുക. ഒപ്പം ഇവർക്ക് വേണ്ടി തൊഴിലാളികൾ ഫീൽഡിൽ ഇറങ്ങുമെന്നും പറയുന്നു. പ്രതികരണങ്ങൾ കേൾക്കാം. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത വിഷയത്തിൽ ക്ഷാമബത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന PLC കമ്മിറ്റിയിൽ അംഗങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഈ മത്സരത്തിൽ കാണും. ഈ മത്സരത്തിൽ ഞങ്ങളിടത്ത് പരിപൂർണമായിട്ട് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പിന്തുണ പറയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയെയും AIADMKയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥി അംഗങ്ങൾ ഞങ്ങളിപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയും ഞങ്ങൾ പറയുന്ന ആശ്രയം ക്ഷാമബത്ത വിഷയത്തിൽ ആശ്രയം ഉൾക്കൊണ്ട് ക്ഷാമബത്ത ഈ പാവപ്പെട്ട തൊഴിലാളികൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ആം ആദ്മി പാർട്ടിയും AIADMK പാർട്ടിയും ഇനിയും
ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കും. கடந்த 12 ஆண்டுகளால் நம்ம போராடி கொண்டிருந்த பஞ்சப்படிக்கு வேண்டி நமக்கு கிடைக்கக்கூடிய சலுகைகள் கிடைக்க அருகதை உண்டு என்று லேபர் கமிஷனரிலிருந்து கிடைத்த ரிப்போர்ட்டின் அடிப்படையிலும் அதை எதிர்த்து கொண்டு நம்மளை சுற்றி நம்மளிலிருந்து மாசவரியும் சந்தாவும் பிரித்து கொண்டு சாப்பிட்டு கொண்டே இருக்கின்ற ட்ரேட் யூனியன்கள் நம்மளுக்கு எதிராக இப்பொழுது கொடுக்க வேண்டாம் என்ற தீர்மானம் எடுத்து அவர்களுக்கு அரசாங்கத்திற்கு ஒரு அறிக்கை தாக்கல் செய்துள்ளார்கள். அந்த அறிக்கையையும் கையில் வைத்துக்கொண்டு நாங்கள் இப்போ எங்களுக்கான நமக்காக வேண்டி குரல் கொடுப்பதற்காக வெளியிருந்து வரக்கூடிய மதிப்பிற்குரிய ஆம் ஆத்மி கட்சி நபர்களும் கட்சியும் அகில இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் நபர்களும் நம்மளிடம் ஆதரவு கேட்டு வந்துள்ளார்கள். நாங்கள் என்ன ஒரே ஒரு குறிக்கோள் மட்டும் ஒரு நிபந்தனையுடன் அது சம்மதித்துள்ளோம். என்னவென்றால் பஞ்சப்படி விஷயத்தில் தொழிலாளர்களுக்கு எதிராக நிலப்பாடு எடுக்காத யாராக இருந்தாலும், எந்த கட்சியோ எந்த மதமோ எந்த மொழியோ யாராக இருந்தாலும் தொழிலாளர்களுக்கு வேண்டி குரல் கொடுப்பதற்காக வந்துள்ள அவர்களை ஆதரிப்பதாகவும், அதன் கூட இல்லாமல் சுதந்திரமாக போராட இந்த பஞ்சாயத்து மும்முனை பஞ்சாயத்து தேர்தலில் പോട്ടിയിടக்கூடிய സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവരെ ആദരിപ്പതാകും നാങ്ങൾ മുടിവെടുത്തുള്ളൂ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബ്ലസൻ ജോയി ചേരുകയാണ്. ബ്ലസൻ, മുന്നണികൾക്ക് തോട്ടം തൊഴിലാളികൾ ഒരു വെല്ലുവിളി ആവുകയാണല്ലേ? കാരണം കുറെ കാലങ്ങളായിട്ട് ഇവർ ഈ DA കുടിശ്ശികയുടെ ആവശ്യം ഉന്നയിച്ചു വരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ട്രേഡ് യൂണിയനുകൾക്ക് എതിരായിട്ട് വർത്താനം പറയുന്നു, ലേബർ കമ്മീഷണർക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വിഷയം കോടതിയിൽ എത്തി നിൽക്കുന്നു. ആ ഘട്ടത്തിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി ഉപയോഗപ്പെടുത്തുക എന്ന ഒരു നിലപാടിലേക്കാണോ ഈ തോട്ടം തൊഴിലാളികൾ പോകുന്നത്? സന്ദീപ്, 32 വർഷത്തിനിടെ തോട്ടം തൊഴിലാളികളുടെ DA വർധനം ഉണ്ടായിട്ടുള്ളത് 2 പൈസയാണ്. DA വർധനം ആവശ്യപ്പെട്ട് തോട്ടം തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയൻ ഉൾപ്പെടുന്ന PLC യോഗങ്ങളിലും തങ്ങളുടെ ആവശ്യം നിരന്തരമായി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഒരു യൂണിയൻ പോലും തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് DA വർധനവ് ആവശ്യപ്പെട്ട് ഇവർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രശ്നം നിലവിൽ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നിലവിലെ തെരഞ്ഞെടുപ്പും മുന്നിൽ വരുന്നത്. തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയ നീക്കത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവരിപ്പോൾ നിലവിൽ DA വർധനവ് ആവശ്യപ്പെടുന്ന ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെയും ഇവർ പിന്തുണയ്ക്കും എന്നുള്ള ഒരു വിവരമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇപ്പം നിലവിൽ വ്യക്തമാക്കുന്നത് ഇവർ ആം ആദ്മി പാർട്ടിയും ADMK-യുമായി നേതാക്കളുമായി ഇവർ ചർച്ച നടത്തി എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ പാർട്ടി നേതാക്കളും ഇവരുമായിട്ട് ചർച്ചയ്ക്ക് മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. എന്നിരുന്നാലും ADMK-യെ സംബന്ധിച്ച് മൂന്നാറിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള തൊഴിലാളികളുടെ പിന്തുണ ഇവർക്കും പാർട്ടിക്കും ഗുണകരമാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. നിലവിൽ ഈ ഒരു തീരുമാനത്തിൽ അവിടെ ഏത് പാർട്ടി തങ്ങളുടെ ആവശ്യമായി പരിഗണിക്കുന്നുവോ അത്തരം സ്ഥാനാർത്ഥികളെ അവർ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അടക്കമുള്ള ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് തൊഴിലാളികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദീപ്, ബ്ലസ, ഇവർ ഈ തോട്ടം തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് പ്രചാരണ രംഗത്തേക്കടക്കം പോവുകയാണ്. മറ്റു പാർട്ടികളും ഇവരെ രാഷ്ട്രീയമായി സമീപിക്കുന്നുമുണ്ട്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇത്തരത്തിൽ ഈ തൊഴിലാളികളെ തേടിയെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സന്ദീപ്, മൂന്നാറിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി അതുപോലെ ADMK ഇവരുടെ ശക്തി കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തൊഴിലാളികൾ കൂടി ഇവരുടെ ഒരു പിന്തുണ നൽകുന്നതോടെ ഇവരുടെ പാർട്ടിക്കും വേരോട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ലക്ഷ്യം കൂടി പാർട്ടി നേതാക്കൾ കാണുന്നു. സന്ദീപ്, അത്തരത്തിലാണ്. എന്തായിരുന്നാലും തോട്ടം തൊഴിലാളികൾ, ഒരു വിഭാഗം തോട്ടം തൊഴിലാളികൾ അവരുടെ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. AIADMK-യും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പിന്തുണയ്ക്കുക. ആ ഒരു നിലപാടിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇടുക്കിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് അതിർത്തി പഞ്ചായത്തായ കരുണാപുരം. ഒറ്റയ്ക്ക് ഭരണം പിടിക്കുവാനുള്ള ഓട്ടത്തിലാണ് UDF-ഉം LDF-ഉം. കൂടുതൽ വാർഡുകളിൽ കരുത്തു തെളിയിക്കാനാകുമെന്നാണ് NDA-യുടെ പ്രതീക്ഷ. രാഷ്ട്രീയ പോർവിളികളുടെ 5 വർഷങ്ങളാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞു പോയത്. 2 അവിശ്വാസങ്ങളും കൂറുമാറ്റവും 2 മുന്നണികളുടേതുമായി 3 പ്രസിഡന്റുമാരും ഈ കാലയളവിൽ പഞ്ചായത്തിലുണ്ടായി. ഇടതിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കരുണാപുരത്തെ 32 വർഷത്തെ ഇടത് ചരിത്രം UDF അവസാനിപ്പിച്ചത് 2010-ലാണ്.
തുടർന്ന് 10 വർഷം കരുണാപുരം വലതുചേരിയിൽ നിന്നു. 2020 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 വാർഡുകളിൽ 8 വീതം നേടി UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം എത്തി. BDJS-ലൂടെ 1 വാർഡ് നേടി NDA നിർണായക സാന്നിധ്യവുമായി. ആദ്യം BDJS സംഘം ആരെയും പിന്തുണയ്ക്കാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം LDF-ലെത്തി. CPM-ലെ വിൻസി വാവച്ചൻ പ്രസിഡന്റായി. 6 മാസത്തിന് ശേഷം പഞ്ചായത്ത് ആദ്യ അവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു. BDJS സ്വതന്ത്രൻ BR ബിനുവിന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചെടുക്കുകയും മിനി പ്രിൻസ് പ്രസിഡന്റാവുകയും ചെയ്തു. തുടർന്ന് 2023 ഫെബ്രുവരിയിൽ LDF അവിശ്വാസം അവതരിപ്പിച്ചെങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പാസ്സായില്ല. വീണ്ടും 2024 ജനുവരിയിൽ LDF അവിശ്വാസം അവതരിപ്പിച്ചു. ഇത്തവണ കോൺഗ്രസ് അംഗമായ ശോഭന ഗോപിനാഥിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. ശോഭനാമ്മ പ്രസിഡന്റുമായി. ശോഭനാമ്മ വിൽപ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവരെ അയോഗ്യയാക്കി. ഇതോടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ആദ്യ പ്രസിഡന്റായ വിൻസി വാവച്ചനിലെത്തി. ഇത്തവണ ചുവപ്പുകോട്ടയായിരുന്ന കരുണാപുരം ഒറ്റയ്ക്ക് ഭരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് എന്നാണേലും നമ്മൾ 8-8 അങ്ങനെയാണ് നിന്നത്. എങ്കിലും നമുക്ക് ഭൂരിപക്ഷത്തോടുകൂടി ഈ ഒരു 5 വർഷം ഒരു ഭരണസമിതി തന്നെ LDF ഭരിക്കാനുള്ള എല്ലാ നടപടികളും നമുക്ക് ഉണ്ട്. അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും LDF അട്ടിമറിച്ചെന്നാണ് UDF-ന്റെ ആരോപണം. കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാവുമെന്നും UDF ക്യാമ്പ് കരുതുന്നു. അടുത്ത പ്രതീക്ഷ തീർച്ചയായും ജനങ്ങൾ UDF-നൊപ്പമാണെന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇതുപോലെ അഴിമതി കാണിച്ച കുതിരക്കച്ചവടത്തിലൂടെ യഥാർത്ഥ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളിനെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങി ഭരണം പിടിക്കുകയൊക്കെ ചെയ്തു. അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്തത്. ഇടതിന്റെ സിറ്റിംഗ് വാർഡ് 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് കഴിഞ്ഞ തവണ BDJS നിർണായക ഘടകമായത്. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ നേട്ടം കൊയ്യാമെന്നാണ് NDA-യുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസരമാണിത്. പ്രത്യേകിച്ച് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം NDA-യുടെ മുന്നണി ഒരു വലിയ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇരു മുന്നണികളും പ്രത്യേകിച്ച് UDF-ഉം LDF-ഉം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾ കൃത്യമായി മറുപടി നൽകും. പ്രത്യേകിച്ച് നമുക്കറിയാം, അതിർത്തി ഗ്രാമപഞ്ചായത്തായ കരുണാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളിൽ വലിയ തോതിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയെയും കമ്പംമെട്ടി ശബരിമല ഇടത്താവളത്തെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നതാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് നെടുങ്കണ്ടം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി തിലോത്തമ സോമന നോമിനേഷന് നൽകാനുള്ള തുക നൽകി ഓട്ടോ തൊഴിലാളികൾ. വട്ടപ്പാറ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിലെ തൊഴിലാളികളാണ് സ്വന്തമായി കണ്ടെത്തിയ തുക തിലോത്തമ സോമന് നേരിട്ട് നൽകിയത്. ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച തിലോത്തമ സോമൻ സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോഴും ആവേശത്തോടെയാണ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ തിലോത്തമ സോമൻ നോമിനേഷൻ നൽകാൻ പോകുന്നതിന് മുമ്പാണ് സേനാപതി വട്ടപ്പാറയിലെ ഓട്ടോ തൊഴിലാളികൾ കെട്ടിവെക്കുന്നതിനുള്ള തുക എത്തിച്ചു നൽകിയത്. തിലോത്തമ ചേച്ചിക്ക് നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ വട്ടപ്പാറ ഡ്രൈവേഴ്സ് യൂണിയൻ ദിനത്തിൽ കെട്ടിവെക്കുന്നതിനുള്ള പൈസ സമാഹരിച്ചിട്ടുണ്ട്. അത് ഈ നിമിഷം കൈമാറുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മത്സര രംഗത്തുള്ളതെന്ന് തിലോത്തമ സോമനം പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ നെടുങ്കണ്ടം ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചുറ്റികരിവാൾ നക്ഷത്രം ചിഹ്നത്തിനാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെയും നമ്മുടെ പരിസരത്തെ ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും വോട്ടുകൾ വാങ്ങി എനിക്കും എന്നോടൊപ്പം നിൽക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം വിനയപരസ്പരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികളും LDF നേതാക്കളും തിലോത്തമ സോമനൊപ്പം വട്ടപ്പാറയിലെത്തിയാണ് തുക ഏറ്റുവാങ്ങിയത്. സിറ്റി വിഷൻ, സേനാപതി. ആശാപ്രവർത്തകയായ LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കുവാനുള്ള പണം നൽകി കുടുംബശ്രീ പ്രവർത്തകർ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു ജീവൻകുമാറിനാണ് കുടുംബശ്രീ പ്രവർത്തകർ കെട്ടിവെക്കുവാനുള്ള പണം നൽകിയത്. ബിന്ദു ജീവൻകുമാർ അംഗമായിട്ടുള്ള അർച്ചന കുടുംബശ്രീയിലെ അംഗങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ പണമാണ് കൈമാറിയത്. LDF നേതാക്കന്മാർക്കൊപ്പമെത്തി സ്ഥാനാർത്ഥി തുക ഏറ്റുവാങ്ങി. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് ബിന്ദു ജീവൻകുമാർ പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ ഒക്കെയാണ്. പിന്നെ നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച് വെച്ചാൽ എനിക്ക് ഏത് വീട്ടിൽ ചെന്നാലും കുഞ്ഞു കുട്ടികൾ തൊട്ട്
വന്ധ്യവയോധർ വരെയുള്ളവരുടെ കാര്യങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം എനിക്ക് അറിയാവുന്ന ഒരിതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ നമുക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊന്നും നൽകാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പരിധി നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 16 വാർഡുകൾ, 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ CPIയിലെ സ്വപ്ന ജോജിയും ബ്ലോക്ക് പഞ്ചായത്ത് ബാലഗ്രാം ഡിവിഷനിൽ CPIയിലെ K നിഷയും പാമ്പാടുംപാറ ഡിവിഷനിൽ CPMയിലെ മോളമ്മ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ CPIM 9 സീറ്റിലും CPI 4 സീറ്റിലും കേരള കോൺഗ്രസ് M 3 സീറ്റിലും മത്സരിക്കും. T അനില, MD ജയൻ, ബിന്ദു ഷാജി, സുജാത ലക്ഷ്മണൻ, PT ഷിഹാബ്, സിന്ധു സുരേന്ദ്രൻ, G ബൈജു, സാറാമ ജോസഫ, സരിത രാജേഷ്, സിനി സന്തോഷ്, KK നിഷാമോൾ, ഷിജിമോൾ ഐപ്പ, KM അനൂപ, ജോസ് ജോസഫ് തെക്കേക്കൂറ്റ, ബേബിച്ചൻ ചിന്താമണിയൽ, ബിജിമോൾ എന്നിവരാണ് യഥാക്രമം 1 മുതൽ 16 വരെയുള്ള വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഭരണസമിതിക്ക് തൊട്ട് മുമ്പ് ഏതാണ്ട് 25 വർഷക്കാലത്തോളം UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് പഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികൾക്കിടയിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഗ്രൂപ്പ് തർക്കത്തിൻ്റെയും അധികാര തർക്കത്തിൻ്റെയും ഭാഗമായി വലിയ നിലയിലുള്ള അധികാര വടംവലിയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ പിന്നിൽ നിന്ന് കുത്തി താഴെ വീഴ്ത്തി അധികാരം കൈയടക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും പടലപ്പടക്കങ്ങളും എല്ലാം കണ്ടുമടുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തിൽ പാമ്പാടുംപാറ പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരഞ്ഞെടുത്തു. എന്നാൽ ആ വോട്ടർമാരോട് 100% നീതി പുലർത്തിക്കൊണ്ടാണ് ഭരണസമിതി പ്രവർത്തിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി LDFന് പറയുവാൻ വേണ്ടി കഴിയും. തർക്കങ്ങൾ ഇല്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പഞ്ചായത്തിൽ LDFന്റെ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലെയും LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടത് കോട്ടയായ രാജാക്കാട്ടിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ LDF പിടിച്ചെടുക്കുമെന്ന് LDF നേതാക്കളും വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചാരണ രംഗത്തേക്കെത്തിയ പഞ്ചായത്താണ് രാജാക്കാട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി. വാർഡുകളിലെ മുഴുവൻ വീടുകളും കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനൊപ്പമാണ് മുഴുവൻ സ്ഥാനാർത്ഥികളും ഒരുമിച്ചെത്തി നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചത്. കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ കോട്ടയായി നിലനിൽക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ കൂടുതൽ സീറ്റ് പിടിച്ച കരുത്തു കാട്ടുമെന്നാണ് ഇടതു നേതൃത്വം വ്യക്തമാക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ 14 വാർഡിലെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടുള്ളത്. 14 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രകടനത്തിന് സമാനമായ രീതിയിലാണ് ഇടതു നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം നടന്ന പഞ്ചായത്ത് ഓഫീസിലെത്തി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലെയും ഇടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ഇനിയൊരു മനോഹര കാഴ്ചയുമായി ബ്യൂട്ടി സ്പോട്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരിടമാണ് ഗ്യാപ്പ് റോഡ്. കോടമഞ്ഞും കുളിരും മലനിരകളുടെ കാഴ്ചകളും ഒക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് വളരെയധികം ആകർഷിക്കുന്നത്. എന്നാൽ ഗ്യാപ്പ് റോഡിൽ പഴമയും കൗതുകവും ഇഴചേർന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അതാണ് മലയിൽ കള്ളൻ ഗുഹ. ഈ ഗുഹയുടെ ചില പഴങ്കഥകളും ഇപ്പോഴത്തെ കാഴ്ചകളുമൊന്ന് കണ്ടുവരാം.
ദേവികുളം പിന്നിട്ട് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രക്കിടെ ഗ്യാപ് റോഡ് വ്യൂ പോയിന്റിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് വലതുവശത്തായി കാണുന്നതാണ് മലയിൽ കള്ളന്റെ ഗുഹ. വർഷങ്ങൾക്ക് മുമ്പെന്നോ തങ്കയ്യൻ എന്നൊരു കള്ളന്റെ വാസസ്ഥലമായിരുന്നു ഈ ഗുഹയെന്നാണ് പഴങ്കഥ. പോകെ പോകെ ഈ ഗുഹ കള്ളൻ ഗുഹയായി മാറി. കഥ എന്തുമാകട്ടെ, ഇവിടെ ഇന്നൊരു ഗുഹയുണ്ടെന്നതും ഈ ഗുഹ ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നതുമാണ് യാഥാർത്ഥ്യം. ഗ്യാപ് റോഡിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ കള്ളൻ ഗുഹയും കണ്ടു മടങ്ങുന്നു. ആദ്യമായി ഗ്യാപ് റോഡിൽ എത്തുന്നവർക്ക് പുതുമ നൽകുന്നതാണ് മലയിൽ കള്ളൻ ഗുഹ. ഒരു വലിയ മുറിയുടെ അത്ര വലിപ്പം കള്ളൻ ഗുഹയിലുണ്ട്. ഗുഹയ്ക്കുള്ളിൽ വെളിച്ചമില്ല. മുമ്പ് ഇതിനുള്ളിലൂടെ കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോകാമായിരുന്നുവെന്നും പിന്നീട് ചില പാറക്കല്ലുകളൊക്കെ അടർന്നു വീണതോടെയാണ് ഗുഹയ്ക്കുള്ളിലെ സഞ്ചാരം ഈ രീതിയിൽ പരിമിതപ്പെട്ടത് എന്നൊക്കെയാണ് ഇവിടെയുള്ള കച്ചവടക്കാർ പറയുന്നത്. ഗ്യാപ് റോഡ് നവീകരിച്ച ശേഷം ഒരു വലിയ മലയിടിച്ചിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് മലയിൽ കള്ളൻ ഗുഹയോട് ചേർന്നാണ്. പക്ഷേ ആ മലയിടിച്ചിലിലും പുറമെ മലയിൽ കള്ളൻ ഗുഹയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. മുമ്പ് ഗ്യാപ് റോഡിന് ഈ കാണുന്ന വീതിയൊന്നും ഉണ്ടായിരുന്നതുമില്ല. പിന്നീട് പാറ പൊട്ടിച്ചും മലയിടിച്ചുമൊക്കെയാണ് ഗ്യാപ് റോഡിന്റെ വീതി കൂട്ടിയത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ മലയിൽ കള്ളൻ ഗുഹയുടെ ഒരു ഭാഗം അല്പം റോട്ടിലേക്ക് ഇറങ്ങി എന്ന പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പഴമ പേറുന്ന മലയിൽ കള്ളൻ ഗുഹ സംരക്ഷിക്കണമെന്ന തീരുമാനമാണ് അതിന് കാരണം. മലയിൽ കള്ളൻ ഗുഹയുടെ നവീകരണം നടത്തിയാൽ കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാമെന്ന വാദവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപ്പുതറ പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ചു. ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ VP ജോൺ ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PS രാജൻ, MJ വാവച്ചൻ, CPIM ഏരിയ സെക്രട്ടറി MT സജി, CPI ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി Y ജയൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം, K കലേഷ് കുമാർ, അർജുൻ PM, U സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PS രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സോണറ്റ്, ജയ്മോൾ രാജേഷ് എന്നിവർ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 3, 4 വാർഡുകളുടെ സംയുക്ത കൺവെൻഷനാണ് നടന്നത്. തമിഴ് തോട്ടം മേഖലയായ കച്ചനാപ്പാറയിൽ ഇടതുപക്ഷം പ്രചാരണം ശക്തമാക്കുകയാണ്.
വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന ഒരു വട്ടം പൂർത്തിയാക്കിയ ഇടതുപക്ഷം വാർഡ് കൺവെൻഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. തോട്ടംതൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഖജനാപ്പാറയിലെ 3-4 വാർഡുകളുടെ സംയുക്ത കൺവെൻഷനാണ് രാവിലെ ഖജനാപ്പാറയിൽ നടന്നത്. കെ പാർത്ഥിപൻ അധ്യക്ഷത വഹിച്ച യോഗം CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം P. രവി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നായശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു. രാത്രികാലത്തും പുലർച്ചെയുമൊക്കെയായി നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സമയങ്ങളിൽ കാൽനടയാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത്. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. നായശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലുള്ള പട്ടികളല്ല, വെളിയിൽ നിന്ന് എവിടെ നിന്നോ കൊണ്ടുവന്ന് ഇറക്കി വിട്ട പട്ടികളാണ് കൂടുതലും ഈ മേഖലയിൽ ഇരിക്കുന്നത്. 1, 2, 3 പട്ടികളല്ല, അത് കൂട്ടമായിട്ട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ 20-30 പട്ടികൾക്ക് കൂടുതലായിട്ടാണ് ഒരു കൂട്ടമായിട്ട് നടക്കുന്നത്. ആ തെരുവുനായ ശല്യത്തിനെ ഒഴിക്കുവാനായിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് എത്രയും വേഗം തന്നെ സ്വീകരിക്കണമെന്ന്. പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുകയാണ്. തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ കൂട്ടമായി നായ്ക്കൾ പാഞ്ഞെടുക്കും. സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത്. ഇക്കാനഗർ മേഖലയിലെ നായ്ക്കളെ കൊണ്ടുവന്ന് ഇറക്കിവിട്ടുവെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം അനന്തമായി നീളുന്നു. ചന്ത പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പാതയോരത്താണ്. മാർക്കറ്റിനായി വിട്ടുകിട്ടിയ സ്ഥലം പോലും സംരക്ഷിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാന മാർക്കറ്റായിരുന്നു തൂക്കുപാലം ചന്ത. ഇന്നത്തെ അവസ്ഥ കാണുക. റോഡിനു കുറുകെ വലിച്ചു കെട്ടിയ പടുതയ്ക്ക് താഴെയിരുന്നാണ് വ്യാപാരികൾ കച്ചവടം നടത്തുന്നത്. 2020 പുതിയ മാർക്കറ്റിനുള്ള പ്രഖ്യാപനം വന്നതോടെയാണ് തൂക്കുപാലം മാർക്കറ്റിന്റെ ദുരവസ്ഥ ആരംഭിച്ചത്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾക്ക് നടപടി ആരംഭിച്ചു. 6 കോടിയോളം രൂപ മുതൽ മുടക്കി വിവിധ ഘട്ടങ്ങളിലായി മാർക്കറ്റ് സമുച്ചയവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 5 വർഷം പിന്നിടുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ പോലും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായി റോഡരികിലേക്ക് മാറിയ ചന്തയുടെ പ്രവർത്തനം പൂർണ്ണമായും വഴിയിൽ തന്നെയായി. മാർക്കറ്റിനായി വിട്ടുകിട്ടപ്പെട്ട സ്ഥലം പോലും സംരക്ഷിക്കുവാൻ പഞ്ചായത്തിന് സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇപ്പോൾ ഏതാണ്ട് 10, 40, 50 കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. പണ്ട് ഏതാണ്ട് 100 കണക്കിന് കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ കച്ചവടക്കാർക്ക് സൗകര്യം ചെയ്തുകൊണ്ടിരുന്ന ഈ മാർക്കറ്റ് ബിസിനസ് ഇല്ലാതാക്കി. ഇവിടെ ഉണ്ടായിരുന്ന ഷെഡുകൾ കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞു. പുതുതായിട്ട് നല്ല രീതിയിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ പോലും ഇതുവരെ പഞ്ചായത്ത് ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. പട്ടം കോളനിയുടെ രൂപീകരണ കാലം മുതൽ സജീവമായിരുന്ന മാർക്കറ്റാണ് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ഇപ്പോൾ ദുരവസ്ഥയിലായിരിക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ക്രിസ്തുരാജന്റെ രാജ്യത്ത് തിരുനാൾ 21 മുതൽ 23 വരെ ആഘോഷിക്കുമെന്നും ഹൈറേഞ്ചിലെ പ്രധാന തിരുനാളായ രാജ്യത്ത് തിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും പള്ളി വികാരി ഫാദർ മാത്യൂസ് കരോട്ട് കൊച്ചറയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട് എന്നിവർ അറിയിച്ചു. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ക്രിസ്തുരാജന്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. 21 വൈകിട്ട് 4 കൊടിയേറ്റ് നടക്കും. തുടർന്ന് ലതീഞ്ഞ ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉണ്ടാകും. മോൺ അബ്രഹാം പുറയാറ്റ് സന്ദേശം നൽകും. 22 വൈകിട്ട് 3:30 ലതീഞ്ഞ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോർജ് കോലത്തുപടവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജെയിംസ് അഴിമുഖത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് വണക്കവും ഉണ്ടാകും. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന ദേവാലയത്തിൽ 73ാമത് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഈ നവംബർ മാസം 21, 22, 23 തീയതികളിൽ ആഘോഷിക്കുക. അതിനൊരുക്കമായിട്ട് ഇടവകയിലെ എല്ലാ വീടുകളിലും തൊട്ടടുത്തുള്ള ഏതാനും ഇടവകളിലെ വീടുകളിലും ക്രിസ്തുരാജൻ്റെ രൂപങ്ങൾ വെഞ്ചരിച്ച് നൽകുകയുണ്ടായി. ഓരോ വ്യക്തിക്കും സൂക്ഷിക്കാനായിട്ട്
ക്രിസ്തുരാജൻ്റെ ചെറിയ രൂപങ്ങൾ എല്ലാ ഇടവകങ്ങൾക്കും നൽകാനായിട്ടും ക്രിസ്തുരാജൻ നമ്മളെ അനുഗ്രഹിച്ചു. ഈ തിരുനാൾ ആരംഭിക്കുന്ന 21-ാം തീയതിയാണ്. 21-ാം തീയതി ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അബ്രഹാം കൊറയാറ്റ് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുക. 23-ന് രാവിലെ 9-ന് മുല്ലക്കാനം, കള്ളിമാലി, മമ്മട്ടിക്കാനം, വാക്കാ സിറ്റി, NR സിറ്റി എന്നീ സോണുകളിൽ നിന്നും അയൽ ഇടവകകളിലെ വിശ്വാസികളുമായി ചേർന്ന വിശ്വാസ പ്രഘോഷണ റാലികൾ പള്ളിയിലേക്ക് പുറപ്പെടും. 10:30-ന് ലതീഞ്ഞ. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ഫൊന്തിപ്പിക്കൽ കുർബാന. തുടർന്ന് ടൗൺ ചുറ്റി വിശ്വാസ പ്രഘോഷണ മഹാറാലി, തിരുശേഷിപ്പ് വണക്കം, നേർച്ച. രാത്രി 7-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള എന്നിവയും തിരുനാളിന്റെ ഭാഗമായി നടത്തപ്പെടും. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ, വെള്ളി ഗ്രാമിന് 173 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറ്റി വിഷൻ ബിഗ് ബ്രേക്കിംഗ്. UDF-മായി ഇടഞ്ഞ ഉടുമ്പൻചോലയിലെ മുസ്ലിം ലീഗ്. സീറ്റ് ചർച്ചയിൽ ധാരണയാകാതെ വന്നതോടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ മുന്നണി ബന്ധം ഉപേക്ഷിച്ച ലീഗ്. മൂന്നാറിൽ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഒരു വിഭാഗം തോട്ടം തൊഴിലാളികൾ. തോട്ടം തൊഴിലാളികളുടെ DAയ്ക്ക് വേണ്ടി പോരാടുന്ന തൊഴിലാളികളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയത്. AIADMK, ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും തെരുവുനായയുടെ കടിയേറ്റു. നായശല്യത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം. ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലം മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം അനന്തമായി നീളുന്നു. ചന്ത പ്രവർത്തിക്കുന്നത് പാതയോരത്ത്. മാർക്കറ്റിനായി വിട്ടുകിട്ടിയ സ്ഥലം പോലും സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.